ചേട്ടാ, ഇന്നലത്തെ ന്യൂസ് 18 ചാനലിലെ ചർച്ച കണ്ടായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. അതിലൊരു ചർച്ചയിൽ CPM-ൻ്റെ കോട്ടയത്തെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അനിൽകുമാർ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് നഗരേഷിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ചേട്ടൻ അറിയാവുന്ന പോലെ ഭാരതാംബ വിവാദമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ കൊടി പിടിച്ച ഒരു സ്ത്രീ എന്നൊരു പരാമർശം അഭിഭാഷകൻ നടത്തിയപ്പോൾ, കേരള രജിസ്ട്രാറുടെ അഭിഭാഷകൻ നടത്തിയപ്പോൾ കോടതി ജഡ്ജി ക്ഷുഭിതനായി. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഭാരതാംബ എന്ന് പറഞ്ഞ സങ്കല്പത്തോട് ബഹുമാനമൊക്കെ വേണം, കൊടി പിടിച്ച ഒരു സ്ത്രീ എന്നൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് പരാമർശിച്ചാണ് ഈ അനിൽകുമാർ പറയുന്നത്. ഈ നഗരേഷ് പണ്ട് അഭിഭാഷക പരിഷത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, അങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെക്കട്ടെ, അവിടെ കൊടി വെക്കട്ടെ, അവിടെ പടം വെക്കട്ടെ എന്നൊക്കെ പറയുകയും, എന്നിട്ട് ഈ എരുമേലിയിൽ ഒരു വാപുര ക്ഷേത്രം ഉണ്ടാകുന്ന കേസ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലല്ല, വേറെ ദേവസ്വം ബെഞ്ചിലാണ്, അത് പരാമർശിച്ച് ഇതുപോലുള്ള ജഡ്ജിമാരൊക്കെ ഉണ്ടെങ്കിൽ വാപുരനിവിടെ ക്ഷേത്രവും ഉണ്ടാകും എന്നൊക്കെ തരത്തിലുള്ള വല്ലാത്ത മോശപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തി. ന്യൂസ് 18 അത് കട്ട് ചെയ്യാതെ ആസ് ഇറ്റ് ഈസ് ടെലികാസ്റ്റ് ചെയ്തു. അതൊരു കോടതിയെ ലക്ഷ്യമല്ലേ, ഒരു ജഡ്ജിയെ അപമാനിക്കലല്ലേ? ഇൻ ദ സ്ട്രിക്റ്റ് സെൻസ് അത് കോടതിയെ ലക്ഷ്യമാണ്. പക്ഷേ കോടതികൾ ഇത്തരം വാചകമൊഴികൾ ശ്രദ്ധിക്കാറില്ല, മൈൻഡ് ചെയ്യില്ല. അവരുടെ ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ തന്നെ അവരത് പോട്ടെന്ന്. കാരണം അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ പൂർവ്വകാല ചരിത്രം ചകഞ്ഞെടുത്ത് ആരെങ്കിലുമൊക്കെ അധിക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ പോട്ടേന്ന് വയ്ക്കുകയുള്ളൂ. ഈ പറഞ്ഞ അനിൽകുമാറിൻ്റെ പാർട്ടിക്കാരായ എത്ര ജഡ്ജിമാർ ഇപ്പോൾ കേരള ഹൈക്കോടതിയിലുണ്ട്? എനിക്കറിയാം, പേരിലറിയാം, ചേട്ടനറിയാവുന്ന പോലെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് സിറ്റിംഗ് ജഡ്ജിമാരുടെ വിവാദത്തിലേക്ക് പോകാതെ, നമ്മളുടെ കാലത്തെയും ഏറ്റവും വലിയ ജഡ്ജിയായിരുന്നല്ലോ VR കൃഷ്ണയ്യർ. അങ്ങനെ ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, മന്ത്രിയായിരുന്നു. EMS മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്നു. സ്വതന്ത്രനായിട്ടാണ് പാസ്സായത്, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പിന്തുണയോടെ പാസ്സായ ആളാണ്. അതിനുശേഷം അദ്ദേഹം കേരള ഹൈക്കോടതി ജഡ്ജിയായി, സുപ്രീം കോടതി ജഡ്ജിയായി, നടക്കുന്ന നിയമം വർക്കിംഗ് ജസ്റ്റിസ് ആയി, എന്തെല്ലാമായി. ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനെ കുറ്റം പറഞ്ഞു? അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാതൃഭൂമി ആഴ്ച പത്രത്തിലെഴുതി, ഞാനെന്നും ഇടതുപക്ഷമായിരുന്നു, എക്കാലവും ഓൾ ജഡ്ജ്മെൻറ്റ്സ് ഇടതുപക്ഷ ജഡ്ജ്മെൻറ്റുകളാണ് അദ്ദേഹം എഴുതിയത്. എന്നിട്ടും കൃഷ്ണയ്യർ സ്വാമിയെ ആരും മോശക്കാരനായിട്ട് കണ്ടില്ല. അപ്പോൾ ഇത് ഈ അനിൽകുമാർ എന്നൊക്കെ പറയുന്നത് ഇറസ്പോൺസിബിളായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇവരൊന്നും കോടതികൾ വകവയ്ക്കില്ല. ഇനി ഞാൻ പറയാം, V4 കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ഇപ്പോഴുണ്ടോ? കൊച്ചി. അതിൻ്റെ നേതാവ് ജയിലിലൊക്കെ ആയിരുന്നു, കണ്ടംപ്റ്റ് കേസിലോ മറ്റോ? കണ്ടംപ്റ്റ് കേസ്. അത് ഈ ജസ്റ്റിസ് നഗരേഷിനെ ആക്ഷേപിച്ചതിൻ്റെ പേരിലാണ്. അവരുടെ ചെമ്മീൻ ഗേറ്റിൻ്റെ ഒരു പ്രശ്നമാണത്. അതിൽ ആ ജഡ്ജ്മെൻറ്റ് നിപുൺ ചെറിയാൻ അവിടെ ഒരു സമരമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അവർക്കെതിരായിട്ടാണ് ജഡ്ജ്മെൻറ്റ് വന്നത്. ഇപ്പം നിപുൺ ചെറിയാൻ രാഷ്ട്രീയം വെച്ചിട്ടല്ല, ജഡ്ജി കൈക്കൂലി മേടിച്ചിട്ട് കൊടുത്ത ജഡ്ജ്മെൻറ്റാണെന്ന് പറഞ്ഞു. ഈ ജസ്റ്റിസ് നഗരേഷിനെ പറ്റി തന്നെയാണ്. ആ വീഡിയോ വൈറലായി. ജസ്റ്റിസ് നഗരേഷ് അക്ഷരം വേണ്ടിയില്ല. പിന്നീട് ജസ്റ്റിസ് രാജാവ് ജയരാഘവനോ അതോ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരോ സിയോമോട്ടോ കണ്ടംപ്റ്റ് എടുത്തു നിപുൺ ചെറിയാൻ്റെ പേര്. ജസ്റ്റിസ് നഗരേഷ് അനങ്ങിയില്ല, ഒരക്ഷരം വേണ്ടിയില്ല. ആ കണ്ടംപ്റ്റിലാണ് നിപുൺ ചെറിയാൻ ജയിലിൽ പോകുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ചിലത് സീരിയസ് ആയിട്ടെടുക്കും, ചിലത് അവരങ്ങ് വിടും. ഇതിലും എത്രയോ നിശിതമായ വിമർശനങ്ങൾ സുപ്രീം കോടതി ജഡ്ജിമാരെ പറ്റി സോഷ്യൽ മീഡിയയിലുണ്ട്. ഈവൻ ചന്ദ്രചൂഡിനെ പറ്റി, രഞ്ജൻ ഗൊഗോയെ പറ്റി, ഇദ്ദേഹത്തെ പറ്റി, നമ്മുടെ ദീപക് മിശ്രയെ പറ്റി. ഇത് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും ചെയ്യുന്നത്. ഈ കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള ഒരു ഇടതുപക്ഷ കബാൽ, ഒരു കോട്ടേറി സുപ്രീം കോടതിക്ക് ചുറ്റുമുണ്ട്. അനിൽകുമാറൊക്കെ ഇയാൾ കഥ അറിയാതെ ആട്ടം കാണുന്ന കേരളത്തിലെ പൊട്ടൻ ഇടതുപക്ഷക്കാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അനിൽകുമാറൊക്കെ. അവർക്ക് ലാർജർ ഗെയിം എന്താ നടക്കുന്നത് അറിയില്ല.
അവരുടെ തലതൊട്ടപ്പന്മാർ ആരാണെന്ന് അവർക്കറിയില്ല. സോറോസാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലായി സോറോസ് ആരാന്ന് ചോദിക്കും. ദേ ആർ ഇഗ്നറൻറ്റ്. ഐ പിറ്റി ദിസ് കേരള ലെഫ്റ്റിസ്റ്റ്. അവർക്കറിയില്ല അവരുടെ ആരുടെ കയ്യിൽ ചട്ടകമാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ സംഭവിക്കുന്നത് അവർക്ക് എതിരായ ഒരു സാധനം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഓടിക്കൂടി ഈ ജഡ്ജിയെ പറ്റി അപവാദം പറയും. ഇപ്പോൾ ശബരിമല കേസ് ദീപക് മിശ്ര പരിഗണിക്കാൻ തീരുമാനിച്ചു. ദീപക് മിശ്ര അതിലൊരു കണ്ടീഷൻ, അത് ഏർലി ഹിയറിംഗ് വേണമെന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യൻ സ്വാമി പോയപ്പോഴാണ് ഈ പ്രശ്നം. ദീപക് മിശ്ര പറഞ്ഞു, നിങ്ങൾ ഏർലി ഹിയറിംഗ് എന്ന് പറയുന്നു. ഏർലി ഹിയറിങ്ങിന് എല്ലാവരും തയ്യാറാണെന്ന് എല്ലാവരുടെ അടുത്തു നിന്നും എഴുതി ഒപ്പിട്ട് കൊണ്ടുവന്നാൽ ഞാൻ ഏർലി ഹിയറിംഗ് നടത്താം, അല്ല വെറുതെ ഇതിൽ തലവയ്ക്കാൻ ഞാനില്ല. സ്വാമി പറഞ്ഞു, ശരി ഞാൻ കൊണ്ടുവരാം. 33 ഹർജിക്കാരുണ്ട്, ഇൻ്റർവെനിങ് ആപ്ലിക്കേഷൻ അടക്കം. എല്ലാവരുടെയും കൺസെൻറ്റ് മേടിച്ചു. എല്ലാവരും പറഞ്ഞു അത് ഏർലി ഹിയറിംഗ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ കൊടുത്ത് പുള്ളി പോസ്റ്റ് ചെയ്തു. ജാനുവരി 1-ാം തീയതി അങ്ങനെ എന്തോ പോസ്റ്റ് ചെയ്തു, ദീപക് മിശ്രയ്ക്കെതിരെ ആരോപണം വന്നു. ഒറീസയിൽ ആരോ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ. കേരളത്തിൽ ഈ ശബരിമല ടീമുണ്ടല്ല, സ്ത്രീകളെ കയറ്റരുത് എന്നുള്ള ടീം, അവരത് ഏറ്റെടുത്ത് വ്യാപകമായ പ്രചരണം നടത്തി. ദീപക് മിശ്ര കള്ളനാണെന്ന് പറഞ്ഞു. അങ്ങേര് ഇത് ഹിയർ ചെയ്തിട്ടില്ല, ഹിയറിങ്ങിനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിയറിങ് തടസ്സപ്പെടുത്തുക, എന്നിട്ട് ഈ പ്രശ്നം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക, ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇടതുപക്ഷത്തിനും അത് ഇഷ്ടമാണ്. ഒരു തീരുമാനമില്ലാതെ അങ്ങനെ നീണ്ടുപോട്ടെ. അപ്പോൾ അങ്ങനെ ദീപക് മിശ്ര ലിസ്റ്റ് ചെയ്തെങ്കിലും പുള്ളി ഹിയർ ചെയ്തില്ല. അത് കഴിഞ്ഞ് വന്ന രഞ്ജൻ ഗൊഗോയ്, പുള്ളി ഹിയർ ചെയ്യാൻ തീരുമാനിച്ചു, ഹിയർ ചെയ്തു. രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ലൈംഗികാരോപണം വന്നു. അതെ അതെ, ഇതൊക്കെ ഇവർ ചെയ്യുന്നതാണ്. ഇവർ ജഡ്ജിമാരെ പറ്റി പറയുന്നതിന് കയ്യും കണക്കുമില്ല. പിന്നെ അവർ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കും. അനിൽകുമാറിനെ പോലെയുള്ളവർ അവരുടെ ആ ലെവലിൽ ഉള്ള വാക്കുകളായിരിക്കും. അല്ല, അനിൽ പറഞ്ഞത് ഇപ്പോൾ നമ്മളൊരാളെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ പലരും വിളിക്കുന്നത് സംഗീതാണ്. ഇപ്പോൾ അഭിഭാഷക പരിഷത്തിൻ്റെ പ്രസിഡൻ്റായി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് നഗരേഷിനെ സംഗി എന്ന് തന്നെയാണ് അനിൽ വിളിച്ചിരിക്കുന്നത്. അല്ല, അത് വിളിച്ചോട്ടെ. ഇതിനു മുമ്പ് ആദ്യം ജസ്റ്റിസ് നഗരേഷിനെ സംഗി എന്ന് വിളിക്കപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? തോട്ടപ്പള്ളി സ്പിൽവേ അവിടുത്തെ മണ്ണ് മാറ്റണം എന്ന് പറഞ്ഞൊരു ജഡ്ജ്മെൻറ്റ് വന്നു. അതായത് അതിൻ്റെ പ്രശ്നം ഇതായിരുന്നു, നമ്മുടെ പ്രളയം കഴിഞ്ഞിട്ട് വെള്ളം കുട്ടനാട്ടിൽ തങ്ങി നിൽക്കുന്നു. കുട്ടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ വേമ്പനാട്ട് കായൽ, തോട്ടപ്പള്ളി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള വേമ്പനാട്ട് കായലിൻ്റെ നടുക്കാണ് കുട്ടനാട്. കുട്ടനാട് ഒരു പാത്രം പോലെയാണ്. പല നദികൾ വന്ന് കുട്ടനാട് ചാടും. കുട്ടനാട്ടിൽ നിന്ന് പോകാനായിട്ട് ആകെ വേമ്പനാട്ട് കായൽ മാത്രമേ ഉള്ളൂ. വേമ്പനാട്ട് കായൽ ഇത്രയും ദൂരം ഒഴുകി ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് വേണം പുറത്തേക്ക് കടക്കാൻ. അപ്പോൾ വെള്ളം ഡ്രെയിൻ ആവുന്നില്ല കുട്ടനാട്ടിൽ നിന്ന്. കാരണം ഇതിനിടയ്ക്ക് നമ്മളുടെ വേലിയേറ്റം വരും, വീണ്ടും കുട്ടനാട്ടിലേക്ക് വെള്ളം തള്ളും. കുറേ ഇങ്ങോട്ട് ഇറങ്ങും, വേലി ഇറക്കത്തിൻ്റെ സമയത്ത് കുറച്ചിറങ്ങും. അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞ് ഇത്രയും നീളമില്ലേ, ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടത്, വെള്ളം തിരിച്ച് തള്ളും. പിന്നെ ഈ വെള്ളം പുറത്തേക്ക് പോകാനായിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ ഉണ്ടാക്കിയത്. ഉപ്പുവെള്ളം കയറുകയും ചെയ്യരുത്, നല്ല വെള്ളം നമുക്ക് ഷട്ടർ തുറന്നിട്ട് കടലിലേക്ക് വിടുകയും ചെയ്യണം. ഈ തോട്ടപ്പള്ളി സ്പിൽവേ അടഞ്ഞു കിടന്നപ്പോൾ എന്തായി, അതിനപ്പുറത്ത് ഒരു വരമ്പ് പോലെ ഭൂമി രൂപാന്തരപ്പെട്ടു, കടൽ പിൻവാങ്ങിയിട്ട്. ഇത് പൊട്ടിക്കണം, ഇതാണ് ആവശ്യം. അപ്പോൾ നമ്മളുടെ ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ജില്ലാ കളക്ടർക്ക് ഈ അടിയന്തര സാഹചര്യങ്ങളിൽ ഇങ്ങനെ തുറന്നു വിടാനുള്ള അവകാശമുണ്ട്. അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സുധീരന ഒരു മണ്ണിൽ തൊട്ടു പോകരുത്, അതാണ് ഇതാണ്. ഇവിടെ മനുഷ്യൻ വെള്ളത്തിൽ കിടക്കുന്നു. അവസാനം ഈ ഡിസ്പ്യൂട്ട് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച്, അതിൻ്റെ വകുപ്പും ചട്ടവും ഒക്കെ വെച്ചിട്ട്. എന്നിട്ട് ഈ അധികാരത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? ഒരു ഫ്രം എ പോയിൻറ്റ്, ദ പവർ സോഴ്സ് ഫ്രം എ പോയിൻറ്റ്. മറ്റേ ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ പവർ ഉത്ഭവിക്കുന്ന സ്ഥാനമുണ്ട്. അതിനായിട്ട് ഇദ്ദേഹം റിസർച്ച് ചെയ്തിട്ട് ഒരു സംസ്കൃത ശ്ലോകം, ഭാരതത്തിൽ 1300 വർഷം മറ്റോ പഴക്കമുള്ള ഏതോ ഗ്രന്ഥത്തിലൊരു സംസ്കൃത ശ്ലോകം എടുത്തിട്ട് ഈ പ്രിൻസിപ്പിൾ
കഴിഞ്ഞ 12,000 വർഷമായിട്ട് ഭാരതത്തിലുണ്ട്. ആ പ്രിൻസിപ്പിളാണ് വന്ന് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിൽ എമർജൻസി പവേഴ്സായിട്ട് ജില്ലാ കളക്ടർക്ക് കൊടുത്തത്. സോ ഇറ്റ് ഈസ് എ ലെജിറ്റിമേറ്റ് പവർ, മോറലി ആസ് വെൽ ആസ് ലീഗലി. ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ജഡ്ജ്മെൻറ്റിൽ സംസ്കൃത ശ്ലോകം വന്നു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിസ് നഗരേഷ് സംഖ്യയായി. നൗ ഐ ക്യാൻ ഗിവ് യു അറ്റ്ലീസ്റ്റ് 500 ജഡ്ജ്മെൻറ്റ്സ് ഓഫ് സുപ്രീം കോർട്ട്. അതിനകത്ത് സംസ്കൃത ശ്ലോകങ്ങളുണ്ട്. ബിക്കോസ് ദേ ഓൾസോ ഫോളോ ദിസ് പാറ്റേൺ. ഒരു പവർ ഒരു സർക്കാരിനുണ്ട്, ഇതെന്താ ഈ പവർ കൊടുക്കാൻ കാര്യം, അതവരെ അന്വേഷിക്കും. ഈ പവർ ഇങ്ങനെ ഇച്ചിരി അൺനാച്ചുറലായിട്ടുള്ള പവറാണ് എമർജൻസി പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺനാച്ചുറൽ സാധനം അടിയന്തര സാഹചര്യത്തിൽ നാച്ചുറലായിട്ട് മാറുന്നു. അതിനായിട്ട് അവർ ആ ലോജിക്ക് കണ്ടുപിടിക്കും. ഈ നിയമം ഡെവലപ്പ് ചെയ്ത് വന്നത് എങ്ങനെ എന്ന് കണ്ടുപിടിക്കും. ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു കാലിബർ കേരളത്തിലെ അനിൽകുമാർ എന്നല്ല രാഷ്ട്രീയക്കാർക്കൊന്നും ഇല്ല. എന്ത് ചെയ്യാനാണ്? ഉറുദു കവിതാശകലങ്ങൾ സുപ്രീം കോടതി ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നതാണ്. അല്ല, ഹൈക്കോടതി, നമ്മുടെ കേരള ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയല്ല, ഹൈക്കോടതിയിൽ എഴുതി വെച്ചിരിക്കുന്ന സത്യമേവ ജയതയെന്നല്ലേ? അല്ല, അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടാറില്ല. പിന്നെ അതവിടെ ഇരിക്കുന്നു, അവർ പ്രശ്നം ഉണ്ടാക്കും. നാളെ സത്യമേവ ജയതയെ മാറ്റാൻ പറയും അവർ. അതൊരു മതചിഹ്നമാണെന്ന് പറയും. ശരിയല്ലേ? അശോകസ്തംഭം ബുദ്ധമതത്തിൻ്റെ ചിഹ്നമാണെന്ന് പറയും. വലിയ താമസിയാതെ ചന്ദ്രകല വെച്ചാൽ മിണ്ടാതെ ഇരിക്കും. അതെ അതെ, അത് ചന്ദ്രൻ്റെ കലയല്ലേ എന്ന് പറഞ്ഞിട്ട് പിടി കളഞ്ഞ അരിവാളാണ്. ഇറ്റ്സ് ഓൾ നോൺസെൻസ്. ജസ്റ്റ് ഡിസ്മിസ് ദാറ്റ്. ഏതായാലും അത് കണ്ടപ്പോൾ അഭിഭാഷകനായ അനിൽകുമാർ എൻ്റെയും സുഹൃത്താണ്. ഒരു അഭിഭാഷകൻ ഇങ്ങനെ ജഡ്ജിയെക്കുറിച്ച്, ഒരു ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയെക്കുറിച്ച് പറയുന്നത് ശരിയായ നടപടിയല്ല എന്ന് നമുക്ക് പറഞ്ഞു വെച്ചൂടെ? ഇല്ല, ഈ അഭിഭാഷകർക്കാണ് ജഡ്ജിമാരെ ഏറ്റവും പുച്ഛമുള്ളത്. നാട്ടുകാർക്ക് പിന്നെയും ബഹുമാനമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.